1942 ഫെബ്രുവരി 24 സമയം പുലർച്ചെ 2 മണി. യുഎസിലെ ലോസ് ആഞ്ചലസ് നഗരം ഉറക്കത്തിലായിരുന്നു. ഉടനെ ആ നിശബ്ദതയെ കീറുമുറിച്ചുകൊണ്ട് സൈറണുകൾ മുഴങ്ങി. നഗരത്തിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വീടുകളിലെയും നഗരങ്ങളിലെയും ലൈറ്റുകളെല്ലാം അണഞ്ഞു. പക്ഷേ പുറത്ത് ശക്തിയേറിയ വെളിച്ചമുണ്ടായിരുന്നു. ആളുകൾ പരിഭ്രാന്തരായ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കി. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ US സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെർച്ച് ലൈറ്റുകൾ ആകാശത്തേക്ക് തെളിച്ചു വെച്ചിരിക്കുന്നു. 3 മണിയോടെ സൈന്യം വെടിവയ്പ് ആരംഭിച്ചു. 1 മണിക്കൂറോളം അത് തുടർന്നു. ആർക്കെതിരെയായിരുന്നു ആ യുദ്ധം? ആരായിരുന്നു ശത്രു? ആർക്കും ഒന്നും മനസ്സിലായില്ല, അന്നും ഇന്നും. ലോകം 2ാം ലോക മഹായുദ്ധത്തിന്റെ ആശങ്കയിൽ കഴിഞ്ഞിരുന്ന കാലമായിരുന്നു. സാമ്രാജ്യത്വ മോഹികൾ മനുഷ്യരാശിയെ രക്തക്കളത്തിൽ ആഴ്ത്തിയ കാലം. ആ യുദ്ധകാലത്തിന്റെ ഏറ്റവും നിർണായക സംഭവങ്ങളിലൊന്നായിരുന്നു 1941 ഡിസംബർ 7 നടന്ന പേൾ ഹാർബർ ആക്രമണം. ഹവായിലെ US നാവികത്താവളമായ പേൾ ഹാർബർ ജപ്പാൻ സൈന്യം അപ്രതീക്ഷിതമായി ആക്രമിച്ചു. US യുദ്ധക്കപ്പലുകൾ കത്തിയമർന്നു. 16 കപ്പലുകൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. 188 വിമാനങ്ങൾ തകർന്നു. 2000-ഓളം സൈനികർ കൊല്ലപ്പെട്ടു. US മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത്. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് USനെ കൊണ്ടെത്തിച്ചതും ഈ ആക്രമണമായിരുന്നു. പേൾ ഹാർബർ ആക്രമണത്തിന് പ്രതികാരമായാണ് ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി നഗരങ്ങളിൽ US ആറ്റം ബോംബ് വർഷിച്ചത്. പേൾ ഹാർബർ ആക്രമണത്തിന്റെ ആശങ്കകൾ കെട്ടടങ്ങും മുൻപായിരുന്നു ലോസ് ആഞ്ചലസ് സംഭവം. ജപ്പാൻ വീണ്ടും ആക്രമിച്ചേക്കുമെന്ന ഭീതി നിലനിന്നിരുന്നു. തീരദേശങ്ങൾ ഉൾപ്പെടെ അതീവ ജാഗ്രതയിലായിരുന്നു. അതിനിടെയാണ് 1942 ഫെബ്രുവരി 24 രാത്രിയോടെ റഡാറുകളിൽ സംശയാസ്പദമായ സിഗ്നലുകൾ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നത്. ശത്രു വിമാനങ്ങൾ ലോസ് ആഞ്ചലസ് നഗരത്തിലേക്ക് അടുക്കുന്നതായി US സൈന്യത്തിന് അറിയിപ്പ് ലഭിച്ചു. പിന്നീട് എല്ലാം വേഗത്തിലായിരുന്നു. നഗരത്തിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. നഗരമാകെ ഇരുട്ടിലായി. സർവ്വസജ്ജരായ US സൈന്യം പാഞ്ഞെത്തി. ശത്രുവിമാനത്തിന് നീക്കമറിയാൻ ആകാശത്തേക്ക് അതിശക്തിയേറിയ സെർച്ച് ലൈറ്റുകൾ തെളിയിച്ചു വെച്ചു. സാന്റാമോണിക്കയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വിമാനവേധ തോക്കുകളും മെഷീൻ ഗണ്ണുകളും തീരസംരക്ഷണ സേനയുടെ യുദ്ധോപകരണങ്ങളും എത്തിച്ച് ആക്രമണം തുടങ്ങി. വെടിവയ്പ് 1 മണിക്കൂറോളം നീണ്ടു. ആകാശത്തേക്ക് പൊട്ടിച്ചത് 1400-ഓളം ഷെല്ലുകൾ. ഒടുവിൽ ഓൾ ക്ലിയർ സന്ദേശമെത്തിയതോടെ യുദ്ധം അവസാനിപ്പിച്ചു. നഗരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും സൈന്യം തിരച്ചിൽ നടത്തി. ശത്രു ആക്രമണത്തിന്റെ തെളിവുകളൊന്നും ലഭിച്ചില്ല. ഏതെങ്കിലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്താനായില്ല. ചരിത്രം അതിനെ ബാറ്റിൽ ഓഫ് ലോസ് ആഞ്ചലസ് എന്ന് രേഖപ്പെടുത്തി. ശത്രു ആരെന്നോ എവിടെയെന്നോ അറിയാതെ നടത്തിയ യുദ്ധം US സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ അധ്യായങ്ങളൊന്നായി അത് മാറി. ബാറ്റിൽ ഓഫ് ലോസ് ആഞ്ചലസിനെ കുറിച്ച് പിന്നീട് നിരവധി അന്വേഷണങ്ങളും പഠനങ്ങളും നടന്നു. US സർക്കാർ വകുപ്പുകൾക്ക് പോലും 2 അഭിപ്രായങ്ങളുണ്ടായി. യുദ്ധഭീതിയിൽ പിറവിയെടുത്ത പ്രതിപ്രവർത്തനമായാണ് നാവികസേന സെക്രട്ടറി ആയിരുന്ന ഫ്രാങ്ക് നോക്സ് സംഭവത്തെ വിശദീകരിച്ചത്. എന്നാൽ യുദ്ധകാര്യ സെക്രട്ടറി ആയിരുന്ന ഹെൻറി സ്റ്റിംസൺ ആകാശത്ത് 15 വിമാനങ്ങളെങ്കിലും ഉണ്ടായിരുന്നുവെന്നാണ് പ്രതികരിച്ചത്. ശത്രുക്കളുടെ ചാരന്മാരാണ് അവ നിയന്ത്രിച്ചിരുന്നതെന്നും അദ്ദേഹം വാദിച്ചു. പക്ഷേ തുടരന്വേഷണങ്ങൾക്കുള്ളിൽ സ്റ്റിംസൺ ഈ വാദങ്ങളിൽ നിന്ന് പിന്മാറി. അപ്പോഴും ആകാശത്ത് വിമാനങ്ങൾ കണ്ടിരുന്നുവെന്ന് ഏതാനും സൈനികരും നഗരവാസികളും തങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിന്നു. അതോടെ US സൈന്യം നടത്തിയ പരീക്ഷണം, ശത്രുക്കളുടെ ചാരന്മാർ നടത്തിയ ആക്രമണം എന്ന് തുടങ്ങി പറക്കും തളികൾ, അന്യഗ്രഹ ജീവികളുടെ വരവ് എന്നിങ്ങനെ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ യുദ്ധകാലത്ത് ലോസ് ആഞ്ചലസിന് മുകളിലൂടെ ഒരു വിമാനം പോലും പറത്തിയിട്ടില്ലെന്ന് ജപ്പാൻ പിന്നീട് ഔദ്യോഗികമായി അറിയിച്ചു. അതോടെ അതൊരു യുദ്ധം ആയിരുന്നില്ലെന്ന കാര്യത്തിൽ തീർച്ചയായി. എന്നാൽ UFO കഥകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇന്നും പ്രചരിക്കുന്നുണ്ട്. യുദ്ധഭീതി മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ബാധിക്കാം എന്നതിന്റെ ശക്തമായ ഉദാഹരണമായാണ് ബാറ്റിൽ ഓഫ് ലോസ് ആഞ്ചലസിനെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. പേൾ ഹാർബറിനെ തുടർന്ന് US സൈനികരെ ബാധിച്ച യുദ്ധഭീതിയിൽ ഉടലെടുത്ത മനോവിഭ്രമത്തിന്റെ ബാക്കിയായിരുന്നു ലോസ് ആഞ്ചലസിൽ കണ്ടതെന്നാണ് വലിയൊരു വിഭാഗത്തിന്റെ വാദം. കാലാവസ്ഥ നിരീക്ഷണ ബലൂണോ രാത്രി സഞ്ചരിച്ച ഏതെങ്കിലും വിമാനമോ മൂലം റഡാറിൽ ലഭിച്ച സിഗ്നലിനെ തെറ്റിദ്ധരിച്ചതാകാൻ കാരണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. US സൈനികർക്കും അവരുടെ സാങ്കേതിക വിദ്യയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന എന്തെങ്കിലും വസ്തു ആകാശത്ത് ഉണ്ടായിരുന്നെങ്കിലോ എന്ന മറുചോദ്യവും ഉയർന്നു വന്നിരുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിനൊന്നും ഉത്തരം കണ്ടെത്താനായിട്ടില്ല. US സൈനിക ചരിത്രത്തിൽ അതൊരു നിഗൂഢതയായി തുടരുകയാണ്. ഒരുപക്ഷെ ഉറപ്പുള്ള ചില ഉത്തരങ്ങൾ ചരിത്രത്തിന്റെ ഇരുട്ടിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നുണ്ടാവും.